ചരിത്ര താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട ആ ഖത്തർ രാത്രി, ഫുട്ബോൾ ലോകം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ആ അധ്യായം ഇന്നും ഒരു സിനിമാ കഥ പോലെ നമ്മുടെ കണ്ണുകളിലുണ്ട്. നെഞ്ചോട് ചേർത്ത് വെച്ച ആ കനക കിരീടത്തിന്റെ ചൂടും ചൂരും അൽബി സെലസ്റ്റുകളുടെ ചോരയിൽ നിന്ന് ഒട്ടും ചോർന്നു പോയിട്ടില്ല. ഒരു കാലമുണ്ടായിരുന്നു അർജന്റീന എന്നാൽ ലയണൽ മെസ്സി എന്ന ഒരൊറ്റ പേരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയെന്ന് ലോകം പരിഹസിച്ച കാലം. തോൽവികളുടെ ഭാരവും പേറി ആ മാന്ത്രികൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ നെഞ്ചു പൊട്ടിയ ആരാധകരുടെ കാലം. പക്ഷേ ആ പരിഹാസങ്ങൾക്കെല്ലാം മറുപടി നൽകാൻ കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. മെസ്സിക്ക് വേണ്ടി, ആ ഒരൊറ്റ മനുഷ്യന്റെ സ്വപ്നത്തിന് വേണ്ടി ഒരു രാജ്യം, ഒരു ടീം ഒന്നാകെ ജീവൻ കൊടുത്ത് പോരാടാൻ ഉറച്ച നിമിഷം. മൈതാനത്ത് മെസ്സിക്ക് കാവലായി അവർ നെഞ്ചു കയറി പോരാടിയപ്പോൾ പിറന്നത് വെറും ഒരു കിരീടമല്ല, മറിച്ച് കായിക ലോകത്തെ ഏറ്റവും വലിയ പ്രണയകാവ്യമായിരുന്നു. മെസ്സി കപ്പിൽ ചുംബിച്ചപ്പോൾ കരയാത്ത കണ്ണുകളും സന്തോഷിക്കാത്ത ഹൃദയങ്ങളും ലോകത്ത് കുറവ്. ഈയൊരു നിമിഷം മാത്രം മതി ഈ ജന്മത്തിലെന്ന് ലോകം മുഴുവൻ ഒരേ സ്വരത്തിൽ വിളിച്ചോതി. ഇപ്പോൾ കഥ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ സുവർണ നിമിഷം കൈപ്പിടിയിൽ ഒതുക്കാൻ ആ നീലക്കുപ്പായക്കാർ വീണ്ടും ഒരു ലോക പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. കാരണം ഇത് അയാളുടെ അവസാനത്തെ നൃത്തമാണ്. നയിക്കാൻ ആ ഒരൊറ്റ മനുഷ്യൻ മുന്നിലുള്ളപ്പോൾ ആ നീലപ്പടക്ക് കരുത്തുകൂട്ടാൻ വേറെയൊന്നും വേണ്ട. കളിക്കളത്തിന് പുറത്ത് ഈ അർജന്റീനയെ ഒരു അജയ്യ ശക്തിയാക്കി മാറ്റിയ തന്ത്രങ്ങളുടെ തമ്പുരാൻ ലയണൽ സ്കലോണി തന്നെയാണ് ഇത്തവണയും അമരത്ത്. കളിക്കാരനായും കോച്ചായും ചരിത്രം കുറിച്ച സ്കലോണിക്ക് പ്രൗഢി പൂർണ്ണമാക്കാൻ ഇനിയൊരു ലോക കിരീടം കൂടി മതി. ഏഞ്ചൽ ഡി മരിയ എന്ന വിശ്വസ്തനായ പോരാളിയുടെ അഭാവം ഈ ടീമിൽ വലിയൊരു വിടവാണ്. എങ്കിലും കുറവ് നികത്താൻ പോകുന്ന കൃത്യമായ തുറുപ്പുചുട്ടുകൾ സ്കലോണിയുടെ ആവനാഴിയിലുണ്ട്. പ്രതിരോധത്തിൽ കോട്ട കെട്ടാൻ ക്രിസ്ത്യൻ റൊമേറോയും ഒട്ടമെന്റിയും മെദീനയും മൊളീനയും സദാ സന്നദ്ധരായി നിൽക്കുന്നു. മധ്യനിരയിൽ കളിമെനയാനും എതിരാളികളുടെ നീക്കങ്ങളുടെ താളം തെറ്റിക്കാനും ഡീപോളും മാക് അലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ലോ സെൽസയും ചേരുമ്പോൾ കളി മാറും. ഇനി മുന്നേറ്റ നിരയോ? ലയണൽ മെസ്സി എന്ന മഹാമേരുവിന് ഇരുവശത്തും ജൂലിയൻ അൽവാരസും ലൗട്ടാറോ മാർട്ടിനസും നിക്കോപാസും സിമിയോണിയും അണിനിരക്കുമ്പോൾ ഏത് പ്രതിരോധ പൂട്ടും തകർക്കുന്ന കുണ്ടമുനയായി അർജന്റീന മാറും. ടീം കരുത്തും ഒത്തൊരുമയും നോക്കുമ്പോൾ ഇത്തവണയും അർജന്റീന കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഒരിക്കൽ കൂടി ആ കനക കിരീടം ലാറ്റിൻ അമേരിക്കയിലേക്ക് വണ്ടി കയറുമോ? ചരിത്രം ആവർത്തിക്കുമോ? നമുക്ക് കാത്തിരിക്കാം വിശ്വവിജയികളുടെ അടുത്ത പടയോട്ടത്തിനായി.